Hi all, today we will discuss about our next topic, internet services. Internet services like information as service, communication as service and data transfer as service. Okay, then first one is information as service. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ WWWനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് WWW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വേൾഡ് വൈഡ് വെബ്. മാം എന്തായിരുന്നു വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, ഇമേജസ്, എന്ത് റിസോഴ്സസുകളും ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളെയും നമ്മൾ പറയുന്നതാണ് എന്താ, അത് സൗണ്ട് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അങ്ങനത്തെ റിസോഴ്സസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. അപ്പം ഈ റിസോഴ്സുകളൊക്കെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഓക്കെ, അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ആര് ചെയ്യുന്നത്, URI എന്ന് പറയുന്നത്, യൂണിഫോം റിസോഴ്സ് ഐഡൻറ്റിഫയർ. അതായത് ഇപ്പം നമ്മളൊരു പറയാണ് www.gmail.com എന്ന് പറയുകയാണെങ്കിൽ, gmail.com എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു അഡ്രസ്സിനെ മൊത്തമായിട്ട് ആണ് നമ്മൾ URI, യൂണിഫോം റിസോഴ്സ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അതായത് ഇതെന്ത് ചെയ്യും, നമ്മളെ ഈ ഒരു ആപ്ലിക്കേഷൻ എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത്, ഒരു സെർവർ ഉണ്ടായിരിക്കുമല്ലോ, അതാണ് അങ്ങോട്ട് എന്ത് ചെയ്യും, നമ്മളെ നേവിഗേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മൾ yahoo.com, www.yahoo.com, yahoo.com എന്ന് പറഞ്ഞാൽ അത് യാഹൂ എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് റിക്വസ്റ്റ് പോവും. ഓക്കെ, അപ്പം ആ ഒരു ലൊക്കേഷൻ എവിടെയാണോ ഈ കണ്ടൻറ്റ് ഉള്ളത് ആ ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ആര് ചെയ്യുന്നത്, URI, യൂണിഫോം റിസോഴ്സ് ഐഡൻറ്റിഫയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ എന്താ ഇൻഫോർമേഷൻസൊക്കെ ആക്സസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് എന്ത്, ഹൈപ്പർ ടെക്സ്റ്റ്, HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഓക്കെ, ഇതൊരു എന്താ കാരിയറായിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്. ഈ പ്രോട്ടോക്കോൾ, HTTP പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു കാരിയറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഇൻഫോർമേഷൻസ്, നമ്മളെന്താണ് ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അതിനാണ് HTTP യൂസ് ചെയ്യുന്നത്. ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ it is the primary carrier protocol of web. HTTP is the only one of the hundreds of communicating protocol used on the internet. Okay, കുറേ പ്രോട്ടോക്കോൾസ് ഉണ്ട്, അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് എന്ത്, HTTP പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ദെൻ ഇങ്ങനത്തെ കണ്ടൻറ്റ്സൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ്, ഇപ്പം നമുക്ക് ബ്രൗസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇങ്ങനത്തെ കണ്ടൻറ്റ്സൊക്കെ ആക്സസ് ചെയ്യുക ബൈ യൂസിങ് ദി സോഫ്റ്റ്വെയർ. ഏതൊക്കെയാണ്, വേൾഡ് വൈഡ് വെബ് ബ്രൗസർ സോഫ്റ്റ്വെയർ സച്ച് ആസ് എന്താണ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, മോസില്ല, ഫയർഫോക്സ്, സഫാരി, അങ്ങനെ ഗൂഗിൾ ക്രോം. ഓക്കെ, അപ്പം കണ്ടൻറ്റ് ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ്, വേൾഡ് വൈഡ് വെബ് ബ്രൗസർ, അതായത് വെബ് ബ്രൗസർ എന്ന് നമ്മൾ പറയുന്ന മോസില്ല, ഫയർഫോക്സ് എക്സെട്ര. ദെൻ കാരിയർ പ്രോട്ടോക്കോളായിട്ട് ഇത് ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് എന്തെന്ന് പറയുന്നത്, HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഈ കണ്ടൻറ്റിനെ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആരാണ്, URI, യൂണിഫോം റിസോഴ്സ് ഐഡൻറ്റിഫയർ. നമ്മളുടെ വേൾഡിലുള്ള ഓൺലൈൻ ഡോക്യുമെൻറ്റ്സിനെ മൊത്തമായിട്ട് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ്, നമുക്ക് ഇൻഫോർമേഷൻസ് നമ്മൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യുക, ബൈ യൂസിങ് സെർച്ച് എൻജിൻ. സെർച്ച് എൻജിൻസ് നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ്, ഗൂഗിൾ ഒരു സെർച്ച് എൻജിനാണ്. ഇപ്പോൾ നമ്മളുടെ google.com എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു പേജ് വരും അല്ലേ. ദെൻ എന്താണ്, ഒരു സെർച്ച് ബട്ടൺ വരും, ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ടെക്സ്റ്റ് ബോക്സിൽ അയച്ചു കൊടുക്കുന്ന എന്താണോ അതിന് നമ്മൾ കീവേഡ് എന്ന് പറയും. അപ്പം നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിൽ എന്താണോ അടിച്ചു കൊടുക്കുന്നത് ദെൻ നമ്മൾ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് എന്ത് ചെയ്ത് തരും, റിട്രീവ് ചെയ്തിട്ട് കിട്ടും. ഓക്കെ, ദെൻ ഗൂഗിൾ അല്ലാതെ നമുക്ക് യാഹൂ ഉണ്ട്, ബിങ് ഉണ്ട്, അങ്ങനെ കുറേ സെർച്ച് എൻജിൻസ് വരുന്നുണ്ട്.
ഓക്കെ. ദെൻ വേറെ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ബ്ലോഗ് എന്ന് പറയുന്നത്, അതായത് ഒരു ഡിസ്കഷൻ പേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലോഗ്, ഡിസ്കഷൻ പേജ് അല്ലെങ്കിൽ ഇൻഫോർമൽ പേജ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഇപ്പം നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പ് ഇതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അത് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടൊക്കെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. അതായത് കമ്പനി എന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പം മൈക്രോസോഫ്റ്റ് ഒരു ബ്ലോഗ് പേജ് ക്രിയേറ്റ് ചെയ്ത, അവർക്ക് ക്രിയേറ്റ് ചെയ്തതല്ല, അവർക്കൊരു ബ്ലോഗ് പേജ് ഉണ്ട്. അപ്പം മൈക്രോസോഫ്റ്റിൻ്റെ ബ്ലോഗ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ല, മോർ ദാൻ വൺ. അപ്പോൾ അതിൻ്റെ ഡെവലപ്പേഴ്സ്, ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ മൊബൈൽ ഫോൺ ഡെവലപ്പേഴ്സ്, അവർ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ ആ ഡൗട്ട്സൊക്കെ നമുക്ക് ആ ഒരു പേജിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ദെൻ അവർ അതിനായിട്ട് തന്നെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റാഫ്സ് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട ആ റെസ്പോൺസ് നമുക്ക് തരും ചെയ്യും. അങ്ങനെ ഒരു ഡിസ്കഷൻ, ആ ഒരു ടൈപ്പ് സൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലോഗ് എന്ന് പറയുന്നത്. അത് ഇൻഡിവിജ്വലായിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഡിസ്കഷൻ പേജിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, ബ്ലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഈ ബ്ലോഗ് എന്ന് പറയുന്നത് എന്താണ്, ചിലത് ഇനിഷ്യൽ കോസ്റ്റ് വരുന്നുണ്ട്, അധികവും വരുന്നത് കോസ്റ്റ് ഫ്രീ സർവീസായിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, സോ അവർ സ്റ്റാഫിനെ തന്നെ, സം കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ എൻകറേജ് സ്റ്റാഫ്സ് ടു കമ്മ്യൂണിക്കേറ്റ് advice to their areas of specialization in the hope that visitors will impressed by the expert knowledge of free information and be attracted to the cooperation as a result. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, അപ്പം നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഇൻഫർമേഷൻ ആസ് സർവീസ്. രണ്ടാമത്തെ പറയുന്നത് എന്താണ്, കമ്മ്യൂണിക്കേഷൻ ആസ് സർവീസ്. നമ്മൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇമെയിൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ സർവീസ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ടെക്സ്റ്റ് മെസ്സേജസ് സെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് അറ്റാച്ച്മെൻ്റ് ആയിട്ട് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട് മെയിൽ വഴി. ഓക്കെ, അപ്പം ഈ ഇമെയിൽ എന്ന് പറയുന്ന സമയത്ത് രണ്ട് ടൈപ്പാണ്. അതായത് ഇൻറ്റേർണൽ ഇമെയിലും അതേപോലെ ഇൻ്റർനെറ്റ് ഇമെയിലും ആൻഡ് ഇൻറ്റേർണൽ ഇമെയിൽ, അങ്ങനെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഇൻ്റർനെറ്റ് ആൻഡ് ഇൻറ്റേർണൽ ഇമെയിൽ. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നമ്മളൊക്കെ മെയിൽ സെൻഡ് ചെയ്യുന്നത് എന്താണ്, ഇൻ്റർനെറ്റാണ് അല്ലേ, വേൾഡ് വൈഡ് വെബായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മെയിൽ സെൻഡ് ചെയ്യാം, എവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് മെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, ഇൻ്റർനെറ്റ് ഇമെയിൽ ആവുന്ന സമയത്ത് അത് മോർ ദാൻ വൺ പ്ലേസിൽ അത് സ്റ്റോറായിട്ടൊക്കെ പോകുന്നുണ്ട്. അതേപോലെ അത് അൺഎൻക്രിപ്റ്റഡ് ആണ്. അപ്പോൾ എന്താണ്, പെട്ടെന്ന് ഹാക്ക് ചെയ്യാനൊക്കെ പറ്റും. എന്തെങ്കിലും ഇപ്പം ഈ ഹാക്കേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് എന്ന് കരുതുകയാണെങ്കിൽ അവർക്ക് അതെന്ത് ചെയ്യാം, ഹാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇൻ്റർനെറ്റ് ഇമെയിൽ എന്ന് പറയുന്നത്. മൊത്തമായിട്ട് എവിടേക്ക് എങ്ങനെ വേണമെങ്കിലും പാസ് ചെയ്യാം. ദെൻ എന്താണ് ഇൻറ്റേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു കമ്പനീൻ്റെ ഉള്ളിലൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൽ ട്രാൻസ്ഫർ ചെയ്യുക, ആ കമ്പനിക്ക് വേണ്ടിയിട്ട് മാത്രം ഈ ഇമെയിൽ, അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഇമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനീൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്. ഓക്കെ, ടുഡേ it is important to distinguish between internet and internal email systems. Internet email travel and to be stored unencrypted on many other networks machines
ഔട്ട് ഓഫ് ബോത്ത് ദി സെൻറ്റേഴ്സ് ആൻഡ് റെസിപ്പിയൻ കൺട്രോൾ. ഓക്കെ, നമ്മൾ അത് മൊത്തം ഇൻ്റർനെറ്റിൽ നിന്നുള്ളത് മൊത്തമായിട്ട് നമ്മളുടെ കൺട്രോളിൽ വരില്ല. അത് പുറത്തുനിന്നും ആക്സസ് ഉണ്ടാവാം. പക്ഷേ ഇൻറ്റേർണൽ ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനുണ്ട്, ഉള്ളിലൊക്കെയാണ് അതിന് എന്താണ് ആക്സസ് ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, then emails can be CC to multiple email address. CC means എന്താണ് CC? ഇതൊക്കെ ഓർത്ത് വയ്ക്കണേ. CC means കാർബൺ കോപ്പി. കാർബൺ കോപ്പി. ദെൻ അതേപോലെ ഉള്ളതാണ് വേറെ ഒന്ന് BCC. BCC മീൻസ് ബ്ലൈൻഡ് കാർബൺ കോപ്പി. അപ്പം നമ്മൾ മെയിൽ അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് എന്തുണ്ട്, ഒരു ടു അഡ്രസ്സ് ഉണ്ട്. ആർക്കാണോ മെയിൽ സെൻഡ് ചെയ്യേണ്ടത് അവർ. ദെൻ ഒരു ഫ്രം അഡ്രസ്സ്, ആരാണ് സെൻഡ് ചെയ്യുന്നത്. ടു എന്ന് പറഞ്ഞാൽ ആർക്കാണ് സെൻഡ് ചെയ്യുന്നത്, ഫ്രം എന്ന് പറഞ്ഞാൽ ആരാണ് സെൻഡ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ താഴെ വേറെയുണ്ട്, സബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റ് അല്ല, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വേറെ ഉള്ളത് CC. CC മീൻസ് കാർബൺ കോപ്പി. വേറെ ഒന്നുള്ളത് BCC. BCC മീൻസ് ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളുടെ കോളേജ് എടുക്കുക. കോളേജിൽ നിങ്ങൾക്ക് നിങ്ങളൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ പറയും പ്രിൻസിപ്പളിനാണ് നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പം മെയിനായിട്ട് വരുന്നത് ആരാണ്? പ്രിൻസിപ്പളാണ്. മെയിൻ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കേണ്ടത് പ്രിൻസിപ്പളാണ്. അപ്പം പ്രിൻസിപ്പളിൻ്റെ മെയിൽ ID ആണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്, 2 ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം പ്രിൻസിപ്പൾ പറയും ഓക്കെ, ദെൻ എന്താണ് ഇതിൻ്റെ ഒരു കോപ്പി ആർക്ക് 2 പേർക്കും കൊടുക്കണം, നിങ്ങളുടെ HODക്കും കൊടുക്കണം, ക്ലാസ് ടീച്ചർക്കും കൊടുക്കണം. ഓക്കെ, അപ്പം മെയിനായിട്ട് പ്രിൻസിപ്പളിനാണ് ആ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. അതേസമയം അതിൻ്റെ ഒരു കോപ്പി HODക്കും കൊടുക്കണം, ക്ലാസ് ടീച്ചർക്കും കൊടുക്കണം. അതാണ് എവിടെ നമ്മൾ കൊടുക്കുക, കാർബൺ കോപ്പിയിൽ കൊടുക്കുക. ഓക്കെ, മെയിനായിട്ട് മെയിൽ സെൻഡ് ചെയ്യേണ്ടത് ആർക്കാണ്, പ്രിൻസിപ്പളിനാണ്. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ മെയിൽ ID നമ്മൾ 2 അഡ്രസ്സിൽ കൊടുക്കും. കാർബൺ കോപ്പിയിൽ ആരതൊക്കെ അഡ്രസ്സ് കൊടുക്കും, നമ്മളുടെ ടീച്ചേഴ്സിൻ്റെ, അതായത് നമ്മളുടെ HODൻ്റെ മെയിൽ ID നമ്മൾ കൊടുക്കും. അതേപോലെ തന്നെ ക്ലാസ് ടീച്ചറുടെ മെയിൽ ID നമ്മൾ കൊടുക്കും. മനസ്സിലായല്ലോ? അതാണ് കാർബൺ കോപ്പി എന്ന് പറയുന്നത്. ഇതിൻ്റെ സെയിം കോപ്പി മെയിൻ ഒരാളുണ്ട്, അയാൾക്ക് പോവുക, അത് 2 അഡ്രസ്സിൽ പോവും. ദെൻ അതിൻ്റെ ഒരു കോപ്പി വേറെ കുറേ ആൾക്കാർക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ അത് CCയിൽ കൊടുക്കും, കാർബൺ കോപ്പി. ഓക്കെ, അപ്പോൾ ഈ കാർബൺ കോപ്പിയിൽ കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും, ഇപ്പം 2 അഡ്രസ്സിലുള്ളവർക്കും CC അഡ്രസ്സിലുള്ളവർക്കും ഒക്കെ കാണാൻ പറ്റും ഇത് ആർക്കൊക്കെയാണ് സെൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, അതായത് പ്രിൻസിപ്പളിനും HODക്കും അതേമാതിരി ടീച്ചറിനും കാണാൻ പറ്റും. ഇത് പ്രിൻസിപ്പളിന് പോയിട്ടുണ്ട്, HODക്ക് പോയിട്ടുണ്ട്, അതേപോലെ നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്കും ഈ ഒരു കോപ്പി പോയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും കാണാൻ പറ്റും. ഓക്കെ, ഈ 3 പേർക്കും, നമ്മൾ പറഞ്ഞ 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റും. അതേസമയം BCC മീൻസ് എന്താണ്, ബ്ലൈൻഡ് കാർബൺ കോപ്പി. ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയുന്ന സമയത്ത് ഇത് ആർക്കൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു കോപ്പി എന്നുള്ളത് എല്ലാവർക്കും വ്യൂ ആവില്ല. ഓക്കെ, അതായത് നിങ്ങളുടെ HODക്കോ അതേപോലെ ക്ലാസ് ടീച്ചർക്കും ഒന്നും കാണാൻ പറ്റില്ല ഇത് ആർക്കാണ് ഈ ഒരു കോപ്പി പോയിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഈ കോപ്പി ആർക്കൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് വ്യൂ ആവാൻ പറ്റില്ല. അതാണ് BCC, ബ്ലൈൻഡ് കാർബൺ കോപ്പി. എല്ലാവർക്കും കോപ്പി പോകും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പളിനും HODക്കും അതേപോലെ തന്നെ ക്ലാസ് ടീച്ചർക്കും ഒക്കെ കോപ്പി പോയിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് മനസ്സിലാകാൻ പറ്റില്ല ആർക്കൊക്കെ കോപ്പി പോയിട്ടുണ്ടെന്ന്. 2 അഡ്രസ്സിലുള്ള, അപ്പം 2 അഡ്രസ്സിൽ ആർക്കാണ് 2 അഡ്രസ്സിലേക്ക് പോയത് ഇവർക്ക് കാണാൻ പറ്റും, HODക്കും കാണാൻ പറ്റും, ക്ലാസ് ടീച്ചർക്കും കാണാൻ പറ്റും. ഓക്കെ, പ്രിൻസിപ്പളിനൊരു കോപ്പി പോയിട്ടുണ്ടെന്ന് അവർക്ക് കാണാൻ പറ്റും. പക്ഷേ എന്താണ്, BCC ബ്ലൈൻഡ് കാർബൺ കോപ്പിയിൽ കൊടുത്തിട്ട് ആർക്കും മനസ്സിലാകില്ല ഇത് ആർക്കൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത്. അതാണ് ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇൻ്റർനെറ്റിൽ ഇപ്പം യൂസ് ചെയ്യുന്നതാണ് വോയിസ് ഓൺ
വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, അത് നെറ്റ് വഴിയാണ് എന്താ പാസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എന്താ അതേപോലെ വാട്സപ്പിലൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് വഴിയാണ് നമ്മളുടെ എന്താണ് സൗണ്ട്, അതായത് വോയിസ്, നമ്മൾ ഡേറ്റ സെൻഡ് ആവുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഐഡിയ ഫസ്റ്റ് വന്നത് 1990s വിത്ത് വോക്കി ടോക്കി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ പോലീസിൻ്റെ കൈമേലൊക്കെ ഉണ്ടാകുന്ന സംഭവമല്ലേ, അതാണ് വോക്കി ടോക്കി. അപ്പം അറ്റ് എ ടൈം ഇപ്പം നമ്മൾ ടെലിഫോണിലൊക്കെ സംസാരിക്കുന്ന മാതിരി ഒരേ ടൈമിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യില്ല. ആദ്യം ഫസ്റ്റ് ഒരാൾ ഇൻഫോർമേഷൻ പാസ് ചെയ്തു, ദെൻ അതിനുശേഷം എന്താണ് റിപ്ലൈ, എന്താ പറയുക, ഒരേ ടൈമിൽ പാരലായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. അപ്പം നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് സിംഗിൾ ഡ്യൂപ്ലെക്സ്, അതേപോലെ ഹാഫ് ഡ്യൂപ്ലെക്സ്, അത് പിന്നെന്താണ് ഫുൾ ഡ്യൂപ്ലെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് കമ്മ്യൂണിക്കേഷൻ. അതിൽ ഹാഫ് ഡ്യൂപ്ലെക്സിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് വോക്കി ടോക്കി എന്ന് പറയുന്നത്. ഹാഫ് ഡ്യൂപ്ലെക്സ് അതായത് പാരലായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല, നമ്മൾ ഫോണിലൊക്കെ സംസാരിക്കുന്നത് പോലെ. ഓക്കെ. അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റുള്ളൂ. പാരലായിട്ടുള്ള ഈ പാരലായിട്ട് അറ്റ് എ ടൈം 2 പേർക്കും സംസാരിക്കാൻ പറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ. സിംഗിളിൽ പറയുന്നത് നമ്മളുടെ എന്താ പറയുക ഇപ്പോൾ റേഡിയോ, ടെലിവിഷൻ, അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് സിംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ഡേറ്റ ട്രാൻസ്ഫർ. ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, അതായത് ഡേറ്റ ട്രാൻസ്ഫറിന് ഒരു എക്സാമ്പിളാണ് എന്ത്, FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതായത് നമുക്ക് ഫയൽ ഷെയർ ചെയ്യണം. അപ്പം അതാണ് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഫയൽസ് ഷെയർ ചെയ്യുന്ന പ്രോട്ടോക്കോളിനെയാണ് എന്തെന്ന് പറയും നമ്മൾ FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഫയൽസ് ഷെയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോക്കോളിനെയാണ് FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മളെന്താണ്, ഫയൽ ഷെയറിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്ഫറിങ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ അക്രോസ് ദി ഇൻ്റർനെറ്റ്. ഫയൽ ഷെയറിങ് അതായത് ഇപ്പോൾ നമ്മൾ മെയിലിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുമല്ലോ, ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യുന്നല്ലോ. അപ്പോൾ ആ ഡോക്യുമെൻറ്റ് ഇപ്പോൾ വേർഡിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് ദെൻ ആ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്യും, അല്ലെങ്കിൽ PDF അറ്റാച്ച് ചെയ്യും. അതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫയൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫയലിൽ എന്ന് പറയുന്നത് എന്താണ്, ഡേറ്റയാണ്, ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ അക്രോസ് ദി ഇൻ്റർനെറ്റ്. ഓക്കെ. ദെൻ എ കമ്പ്യൂട്ടർ ഫയൽ ക്യാൻ ബി ഇമെയിൽ ടു കസ്റ്റമേഴ്സ്, കൊളീഗ്സ് ആൻഡ് ഫ്രണ്ട് ആസ് ആൻ അറ്റാച്ച്മെൻറ്റ്. ഇറ്റ് ക്യാൻ ബി അപ്പം നമ്മളുടെ സിസ്റ്റത്തിലിരിക്കുന്ന ഒരു ഫയലാണ് നമ്മൾ വെബ്സൈറ്റിലേക്ക്, ഇപ്പം നമ്മൾ ജിമെയിൽ, അപ്പം ഇതൊരു വെബ്സൈറ്റ്. അപ്പോൾ ഈ വെബ്സൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ഒരു ഫയലാണ് എങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്, ജിമെയിലിലേക്ക് അതായത് വേറൊരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സിസ്റ്റത്തിലിരിക്കുന്ന ഈ ഫയലിനെ ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ഒരു പ്രോട്ടോക്കോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ പ്രോട്ടോക്കോളാണ് എന്തെന്ന് പറയുന്നത് FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ പറയുന്നത് മിറർ സെർവേഴ്സിനെ പറ്റിയിട്ടാണ്. മിറർ സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു സെർവറേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ എന്താണ് നമ്മളുടെ കോളേജ് അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു വെബ്സൈറ്റ് നിങ്ങൾ ആക്സസ് ചെയ്യാണ്. കുറേ ആൾക്കാർ ഒരുമിച്ച് ഈ ഒരു സെർവറിലേക്ക് ആക്സസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഭയങ്കര ട്രാഫിക് ആയിരിക്കും, ഒന്നായിട്ട് ജാമാവും. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് തന്നെ ആ ഒരു ഇതുണ്ടാവും. കാരണം എന്തെങ്കിലും ഇപ്പം റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് ആക്സസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം കിട്ടാതെ ഭയങ്കര ഡിലേ വരുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. അപ്പം യൂണിവേഴ്സിറ്റി 1-2 സെർവറിലായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക, ആ ഒരു വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ്
ചിലപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ വേണം സെർവർ 1ലേക്കാണ് കണക്ട് ചെയ്തത്, സെർവർ 2ലേക്കാണ് കണക്ട് ചെയ്തതെന്നൊക്കെ അവിടെ ചിലപ്പം കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ബൾക്കായിട്ട് റിക്വസ്റ്റ് വരുന്ന സമയത്ത് ഒന്നായിട്ട് ജാമാവും. അപ്പം മിറർ സെർവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 1 സെർവേഴ്സ് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, സെയിം വെബ്സൈറ്റ്. അപ്പം സെയിം വെബ്സൈറ്റ് ഇവിടെയൊക്കെ വർക്ക് ആവും. അപ്പം കുറേ ബൾക്ക് റിക്വസ്റ്റ് വരുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ഇങ്ങനെ ഇപ്പം നമ്മുടെ ജിമെയിലൊക്കെ അങ്ങനെയാണ്, മിറർ സെർവേഴ്സാണ്. കാരണം എത്ര ആൾക്കാരാണ് ഈ ജിമെയിലേക്ക്, അപ്പോൾ ഒരൊറ്റ സെർവർ മാത്രമാണെങ്കിൽ കാര്യം നടക്കുമോ? ഒന്നും നടക്കില്ല. അപ്പം ഇങ്ങനെ കുറേ സെർവേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലോഡ് ബാലൻസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് മിറർ സെർവേഴ്സ് എന്ന് പറയുന്നത്. ഒരു വെബ്സൈറ്റ് തന്നെ മോർ ദാൻ 1 സെർവറിൽ എന്താ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യാം. ഞാൻ പറയുന്നത് ലോഡ് ഓഫ് ബൾക്ക് ഡൗൺലോഡ്സ് ടു മെനി യൂസേഴ്സ് ക്യാൻ ബി ഈസ്ഡ് ബൈ ദി യൂസ് ഓഫ് മിറർ സെർവേഴ്സ് ഓർ പിയർ ടു പിയർ നെറ്റ്വർക്ക്. എന്താണ് പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ ഇത് ക്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രൗസർ വഴി. ഓക്കെ, വെബ് ആപ്ലിക്കേഷനിൽ 2 ടൈപ്പ്, അതായത് ബ്രൗസറിനെ നമ്മൾ ക്ലൈൻറ്റ് എന്നാണ് പറയുന്നത്, നമ്മളുടെ ആപ്ലിക്കേഷൻ ഇരിക്കുന്ന സ്ഥലത്തിന് നമ്മൾ സെർവർ എന്നും പറയും. ഓക്കെ, ഇപ്പം നമ്മൾ ഇപ്പോൾ ജിമെയിൽ ഇരിക്കുന്ന ആ ഒരു പ്ലേസിന് നമ്മൾ സെർവർ എന്ന് പറയുന്നത്. ജിമെയിൽ ആപ്പ് എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിന് നമ്മൾ സെർവർ എന്ന് പറയും. നമ്മൾ ഏത് വഴിയാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്, വെബ് ബ്രൗസർ വഴിയാണ് നമ്മൾ. ഇപ്പം മോസില്ല അല്ലെങ്കിൽ ക്രോം, ഇതൊക്കെ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പം ഇവിടെ മോസിലിനെയും ക്രോമിനെയും ഒക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലൈൻറ്റ് എന്ന് പറയുന്നത്. വെബ് ക്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇതിനെയാണ്. ഓക്കെ, ദെൻ അപ്പം ഇവിടെ പറയുന്നത് പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സെർവർ ഉണ്ട്, ഇവിടെ ഒരു ക്ലൈൻ്റ് ഉണ്ട്, ബ്രൗസർ വഴി നമ്മൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഒരു ഇങ്ങനെ ലോഡ് കുറയ്ക്കാൻ നമ്മൾ പറഞ്ഞു മിറർ സെർവർ, അതായത് ഈ വെബ്സൈറ്റ് തന്നെ മോർ ദാൻ 1 സെർവറിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ നമ്മൾ മിറർ സെർവർ എന്ന് പറഞ്ഞു. വേറെ ഒന്നാണ് പിയർ ടു പിയർ നെറ്റ്വർക്ക്. പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ലൈൻറ്റ് സെർവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. എല്ലാ മെഷീൻസും, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ മെഷീൻസും എന്തായിട്ട് വരും, ക്ലൈൻറ്റും ആയിട്ട് വരും, സെർവറും ആയിട്ട് വരും. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ക്ലൈൻറ്റും ആവും സെർവറും ആവും. അതിനൊരു എക്സാമ്പിളാണ് ടൊറൻറ്റ്. നിങ്ങൾ ഫിലിംസ് ഡൗൺലോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ടൊറൻറ്റ്. ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പിയർ ടു പിയറിന് ഒരു എക്സാമ്പിളാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾ ടൊറൻറ്റ് വഴി ഫിലിം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ 2 കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡൗൺലോഡും വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ അതിൻ്റെ താഴെ നിങ്ങൾ നോക്കിയാൽ കാണാം അപ്ലോഡ് എന്ന് പറയുന്നതും വർക്ക് ചെയ്യുന്നത് കാണാം. അപ്പം നിങ്ങളുടെ ഡേറ്റ യൂസ് ചെയ്തിട്ടാണ് ഇത് രണ്ടും ചെയ്യുന്നത്, ഡൗൺലോഡും ചെയ്യുന്നത് അപ്ലോഡും ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലോഡ് എന്താക്കി വെക്കാം, സ്റ്റോപ്പാക്കി വെക്കാം. അപ്പം നിങ്ങളുടെ ഡേറ്റ അങ്ങനെ പോവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അപ്പം ടൊറൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ആ ഒരു ഫിലിം ഡൗൺലോഡ് ചെയ്യുന്നതിനപ്പം തന്നെ വേറൊരാൾ, ഇപ്പം നിങ്ങൾ ഒരു മൂവി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പം തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് അത് വേറൊരാൾക്ക് എന്താവുന്നുണ്ട്, അപ്ലോഡും ആവുന്നുണ്ട്. വേറൊരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ മൂവിക്ക് തന്നെയായിരിക്കും വേറെ ആൾക്കാരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ അതെന്താവുന്നുണ്ട്, അപ്ലോഡ് ആവുന്നുണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ. അപ്പം നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വേറൊരു ആളുടെ സിസ്റ്റത്തിൽ നിന്നായിരിക്കും ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സിസ്റ്റം ഒരേ ടൈമിൽ തന്നെ ക്ലൈൻറ്റുമായിട്ട് വർക്ക് ആവുന്നുണ്ട്, അതേപോലെ തന്നെ എന്താവുന്നുണ്ട്, സെർവറുമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം വേറൊരാൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പം നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്നാണ് എന്താകുന്നത്, അപ്ലോഡ് ആവുന്നത്. അപ്പം പിയർ ടു പിയർ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയാണ്. ഇപ്പം കുറേ സിസ്റ്റത്തിൽ തന്നെ ഒരേ ടൈമിൽ ക്ലൈൻറ്റുമായിട്ടും സെർവറായിട്ടും ആക്ട് ആവുക. അപ്പം കുറച്ച് പാർട്സായിട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെയും എടുക്കും, ഓരോ സിസ്റ്റത്തിൽ നിന്ന് എടുക്കും. ദെൻ അവസാനം ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഒറ്റൊരു ഫയലാക്കി മാറ്റുക ചെയ്യുന്നത്. അതാണ് പിയർ ടു പിയർ എന്ന് പറയുന്നത്. സെർവർ
ക്ലയൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലാതെ എല്ലാ കമ്പ്യൂട്ടേഴ്സും സെർവറായിട്ടും ക്ലയൻറ്റായിട്ടും ഒരേ ടൈം തന്നെ ആക്ട് ചെയ്യുക. അതിനൊരു എക്സാമ്പിളാണ് എന്ത്, ടൊറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഡൗൺലോഡ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, അതിന് എൻക്രിപ്റ്റഡ് ഡേറ്റയാണ്, എൻക്രിപ്ഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ സെക്യൂരിറ്റി പർപ്പസ്. എന്താണ് എൻക്രിപ്ഷൻ? ഇപ്പോൾ നമ്മൾ എൻകോഡിങ് ഡീകോഡിങ് എന്നൊക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റുക, അതാണ് ആര് ചെയ്യുന്നത്? എൻകോഡിങ് അല്ലെങ്കിൽ ഡീകോഡിങ് ചെയ്യുന്നത്. എൻകോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോമിലുള്ള ഡേറ്റയെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഡീകോഡിങ് എന്ന് പറഞ്ഞാൽ ആ കൺവേർട്ട് ചെയ്ത ഡേറ്റയെ തിരിച്ച് എന്ത് ചെയ്യാം, ആക്ച്വൽ ഡേറ്റ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ അതാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻക്രിപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരു ഓതൻറ്റിക്കേഷൻ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഒരു ഡേറ്റ വേറൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ ഓതൻറ്റിക്കേഷൻ, ആര് സെൻഡ് ചെയ്തു, ഓക്കെ, അതിൻ്റെ അതോറിറ്റി. ഇപ്പം എന്താണ്, ഇപ്പം നമ്മൾ പറഞ്ഞു ഹാക്കേഴ്സൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഹാക്കേഴ്സൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഒറിജിനലി സെൻഡ് ചെയ്തിട്ടുള്ള ഡേറ്റേനെ അവർ ചേഞ്ച് ചെയ്തിട്ടൊക്കെ സെൻഡ് ചെയ്യും. അപ്പം ആര് സെൻഡ് ചെയ്തു എന്നുള്ള ഐഡൻറ്റിഫിക്കേഷൻ, ആ ഒരു ഓതൻറ്റിക്കേഷൻ ഒക്കെ എന്താ എൻക്രിപ്ഷൻ വരുമ്പം നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, മണി എക്സ്ചേഞ്ച് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ആ ഒരു സമയത്തൊക്കെ എല്ലാ ഡേറ്റയും എന്താണ്, എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് അതാണ് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത്, ദ ഒറിജിൻ ആൻഡ് ദ ഓതൻറ്റിസിറ്റി ഓഫ് ദി ഫയൽ റിസീവ്ഡ് മേ ബി ചെക്ക്ഡ് ബൈ ഡിജിറ്റൽ സിഗ്നേച്ചർ. ഓക്കെ, ഡിജിറ്റൽ സിഗ്നേച്ചർ ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അപ്പം നമുക്ക് നോക്കാം. ദെൻ നമുക്ക് ഏത് ടൈപ്പ് ഇൻഫോർമേഷൻസും ഇങ്ങനെ എന്താ പറയുക, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ്, ന്യൂസ്, മ്യൂസിക്, ഫിലിം, വീഡിയോ, ഫോട്ടോഗ്രാഫി എക്സെട്ര, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ വേറെ വരുന്നതാണ് എന്താണ്, സ്ട്രീമിംഗ് മീഡിയ. അതായത് നമ്മൾ ഇപ്പം ന്യൂസൊക്കെ കണ്ടിട്ടില്ലേ, ലൈവായിട്ട് കിട്ടുന്നില്ലേ നമുക്ക്. ഇപ്പോൾ ക്രിക്കറ്റൊക്കെ നമുക്ക് ലൈവായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ ഒരു സ്ട്രീമിംഗ് മീഡിയ അതാണ് സ്ട്രീമിംഗ് മീഡിയ റെഫേഴ്സ് ടു ദി ആക്ട് ദാറ്റ് മേ എക്സിസ്റ്റ് റേഡിയോ ആൻഡ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് പ്രൊമോട്ട് ഇൻ്റർനെറ്റ് ഫീഡ്സ് ഓഫ് ദെയർ ലൈവ് ഓഡിയോ ആൻഡ് വീഡിയോ സ്ട്രീംസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് ദി ഇൻ്റർനെറ്റ്. സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കൈപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. സോഷ്യൽ നെറ്റ്വർക്ക്സ് ആർ സെറ്റ് ഓഫ് ഇൻട്രാക്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ്. The term is also used today to describe websites that allow interface between users, sharing reviews, photos and other informations. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ വേറെ എന്താണ്, ഓൺലൈൻ ഗെയിമിംഗ്. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു നമ്മളുടെ എന്താണ് റിലേഷൻഷിപ്പ്, അങ്ങനെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. വേറെ ഒന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഇൻ്റർനെറ്റ് ഗെയിമിംഗ്. ഇൻ്റർനെറ്റ് ഗെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഗെയിമിംഗ്, മൾട്ടിപ്പിൾ പ്ലെയേഴ്സ് ആർ കണക്റ്റഡ് അറ്റ് ദി സെയിം ടൈം. ഓക്കെ, then many people use World Wide Web to access news, weather reports and sports reports, to plan and to find out more about their interest. People use chat, messaging and email to make and stay in touch with friends. Example Facebook. അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അതാണ് ഇവിടെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ഓൺലൈൻ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട്, അതേപോലെ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളുമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ.